അങ്ങനെ നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തസ്തികയുടെ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുകയാണ്. 2024 ജനുവരി 17 വരെ അപേക്ഷ നൽകാവുന്നതാണ്. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപേക്ഷ നൽകാനായി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ കേരള PSC നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയുവാൻ ഈ ചാനൽ കേരള കോർണർ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിവിധ ജോബ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ LGSൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ഉദ്യോഗാർത്ഥികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും അപേക്ഷിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് വിജയമാണ്. ബിരുദധാരികൾ അപേക്ഷിക്കാനായി പാടില്ല. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാമെങ്കിലും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്കകം ഫലം പ്രസിദ്ധീകരിക്കുകയും ഉദ്യോഗാർത്ഥി വിജയിക്കുകയും ചെയ്താൽ അപേക്ഷ നിരസിക്കുന്നതാണ്. +2 ITI ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ജില്ല തിരഞ്ഞെടുക്കൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് തസ്തികയിൽ ജില്ലാതല നിയമനമാണ് PSC നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷ നൽകാനായി കഴിയുകയുള്ളൂ. സ്വന്തം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മുൻപ് 5 മാർക്ക് വെയിറ്റേജായി നൽകിയിരുന്നെങ്കിലും ഹൈക്കോടതി ഇത് റദ്ദാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അപേക്ഷിക്കേണ്ട ജില്ല തിരഞ്ഞെടുക്കും മുൻപ് വിജ്ഞാപനങ്ങളുടെ അടിസ്ഥാനത്തിലെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തി നിയമന സാധ്യത, പരീക്ഷയുടെ കാഠിന്യം, അപേക്ഷകരുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ വിലയിരുത്തുക. സംവരണ വിഭാഗക്കാർക്ക് സ്വന്തം സമുദായ അംഗങ്ങളിൽ കുറവുള്ള ജില്ല നോക്കി അപേക്ഷിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി പരീക്ഷ നടക്കുന്ന തീയതിയെക്കുറിച്ചിട്ടാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പരീക്ഷ 2024 പകുതിയോടെ നടത്തുമെന്നാണ് കരുതുന്നത്. പരീക്ഷ ഏതു മാസമെന്ന് ജനുവരി 1 പ്രസിദ്ധീകരിക്കുന്ന വാർഷിക പരീക്ഷാ കലണ്ടറിൽ അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ പ്രിലിമിനറി മെയിൻ രീതിയിലുള്ള 2 ഘട്ട പരീക്ഷ ഇത്തവണ ഇല്ല. ഒറ്റ പരീക്ഷ മാത്രമായിരിക്കും. ഈ പരീക്ഷ ജയിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള രീതി ഓൺ ടൈം രജിസ്ട്രേഷനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ കയറി തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, 2024 ജനുവരി മാസം 17-ാം തീയതി വരെ അപേക്ഷിക്കാം. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം, നിങ്ങൾ ഒട്ടും സമയം പാഴാക്കാതെ ആഗ്രഹിക്കുന്നവർ, യോഗ്യതയുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കുവാനായി ഓർക്കുക. വീണ്ടും ഒരു വ്യത്യസ്തമായ PSC നോട്ടിഫിക്കേഷനുമായി നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങളുടെ കേരള കോർണർ എന്ന യൂട്യൂബ് ചാനൽ എത്തുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ ജോബ് ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.